എല്ലാവർക്കും നമസ്കാരം. ഈ പ്രാവശ്യത്തെ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ നെല്ലുവായ് ഏകാദശി എന്നൊക്കെ പറയുന്ന ഏറ്റവും മഹത്വപൂർണമായ ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? നമുക്ക് വേണ്ടി ഈശ്വരൻ സ്വർഗവാതിൽ തുറന്നിടുന്നു, വ്രതം എടുക്കുന്നവർക്ക് ഈശ്വരൻ സ്വർഗവാതിൽ തുറന്നിടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് അത്രയും മഹത്വമായിട്ടുള്ള ഒരു ഏകാദശിയാണ്. വൈകുണ്ഠം കാണിച്ചു തരുന്ന വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭക്തൻ്റെ ചുവടുവയ്പ്പാണ് ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത്. അപ്പം ഭഗവാനെ വിളിച്ചുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി ആരംഭിക്കാം എന്ന് പറയുന്നത് ഇന്ന് പറയാൻ കാരണം, നാളെ ജനുവരി 9 12 ഉച്ചയ്ക്ക് 12:22 PM അതായത് ഉച്ചയ്ക്ക് 12:22 ആണ് നമ്മുടെ ഏകാദശി തിഥി തുടങ്ങുന്നത്. നാളെ 12:22 മുമ്പ് ദശമി നോൻപെടുക്കണം. അത് കഴിഞ്ഞിട്ട് 12:22 ശേഷം നമ്മൾ ഏകാദശി വ്രതത്തിലേക്ക് പോവുകയാണ്. പിന്നെ ജനുവരി 10, 19 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. അതിനുശേഷം ദ്വാദശിയാണ്. എങ്കിലും നമ്മൾ വ്രതം കണ്ടിന്യൂ ചെയ്തിട്ട് വ്രതം തുടർന്നിട്ട് ജനുവരി 11 രാവിലെയാണ് വ്രതം പാരണ ചെയ്യേണ്ടത്, അതായത് വ്രതം അവസാനിപ്പിക്കേണ്ടത്. എപ്പോഴും വ്രതം തുടങ്ങുമ്പോൾ തുളസി തീർത്ഥവും ചന്ദനവും കൂട്ടിയിട്ട് സേവിക്കുകയാണ് ചെയ്യുക. അതേപോലെ വ്രതം അവസാനിപ്പിക്കുമ്പോൾ, അതായത് പാരണ സമയത്ത് നമുക്ക് തുളസി തീർത്ഥം തന്നെയാണ്. അവിടെ തുളസി തീർത്ഥത്തിൽ നമ്മൾ അരി ചേർത്തിട്ട് ആണ് കുടിക്കുക. അതായത് നമ്മൾ ധാന്യം ആദ്യമായിട്ട് കഴിക്കുകയാണ് വ്രതത്തിന് ശേഷം ധാന്യം കഴിക്കുകയാണ് തുളസി തീർത്ഥത്തിൻ്റെ കൂടെ. അപ്പോൾ അതാണ് വ്രതം അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ ഭക്ഷണമോ വെള്ളമോ പോലും കഴിക്കരുത് എന്നാണ് പറയുക. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്കത് കർശനമായി ചെയ്യാൻ ചിലർക്ക് കഴിയാറില്ല. അപ്പോൾ ഏകാദശിയിൽ നമ്മൾ പറയും ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കരുത്, പാല്, പഴം എന്നിവ കഴിക്കാം എന്ന് പറയും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഏകാദശി ദിവസം വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മൾ കഴിക്കില്ല. ഒരു ചെറിയ പഴവും ഒരു പൂവും എടുക്കുക. കഴിയുന്നതും അതും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. വെള്ളം പോലും കുടിക്കാതെ മുഴുവനായും സമ്പൂർണമായ ഉപവാസം ആണ് നിഷ്കർഷിക്കുന്നതെങ്കിലും അതിന് കഴിയാത്തവർക്ക് പഴങ്ങളും വെള്ളവും ഉപയോഗിച്ച് ഏകാദശി വ്രതം എടുക്കാറുണ്ട്. ഇത് കലിയുഗമായതുകൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ നമുക്ക് സമ്പൂർണമായ ഉപവാസം എന്നത് മറ്റുള്ള യുഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിലും അതിനെ കഴിയാത്ത വിധത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്നവരില്ല എന്നല്ല പറയുന്നത്. എങ്കിലും പെട്ടെന്നൊരു ദിവസം മുഴുവനായി ഉപവസിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്നവരാണ് കൂടുതലും ഉള്ളത്. ഇതിനെ നമ്മൾ അനുകൽപ എന്നാണ് വിളിക്കുന്നത്. ഇത് കലിയുഗത്തിൽ മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഇളവാണ് എന്ന് പറയാം. അതിനെ നമ്മൾ അനുകൽപ എന്നാണ് വിളിക്കുന്നത്. ഇനി ചെറുപ്പം മുതലേ വ്രതാനുഷ്ഠാനം ശീലിച്ചവരുണ്ടെങ്കിൽ അവർക്ക് സമ്പൂർണമായ ഉപവാസം കഴിയുന്നതാണ്. അതുപോലെ തന്നെ അത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരാൾക്ക് ഏകാദശി സമ്പൂർണമായ ഉപവാസത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമായ ശീലം തന്നെയാണ് ഏകാദശി ദിവസം. ഭക്ഷണം മാത്രമല്ല, ഉറക്കവും ഉപേക്ഷിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണം എന്നാണ് ഏകാദശി ദിവസത്തിൻ്റെ പ്രത്യേകത.
അങ്ങനെ അഭ്യസിക്കുന്നവർക്ക് ഏകാദശി രാത്രി മുഴുവൻ ഭഗവാന്റെ മഹത്വം ജപിച്ചുകൊണ്ട് ഉണർന്നിരിക്കാം എന്നാണ് പറയുന്നത്. എങ്കിലും ഇപ്പോൾ നമ്മുടെ ആധുനിക ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകൾ നിരവധി പൊരുത്തക്കേടുകൾ കാരണം സാധാരണ വ്യക്തിയുടെ ശാരീരിക ശക്തി ഉപവാസത്തിന് ആചരിക്കാൻ അത്രത്തോളം ഇല്ല എന്നാണ് പറയാനുള്ളത്. അതിനാൽ തന്നെ ആ ഒരു പ്രതിജ്ഞ, ആ ഒരു ഉപവാസം പാലിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. രാത്രി ഉണർന്നിരിക്കാൻ ചിലപ്പോൾ നിർബന്ധിച്ചാലും വിശപ്പ് അല്ലെങ്കിൽ ക്ഷീണം എന്നിവ കാരണം അവർക്ക് സമാധാനമായിട്ടിരുന്ന് ജപിക്കാൻ കഴിയില്ല. അതും ഒരു പ്രശ്നമാണ്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ശരിയായി ചെയ്യാൻ കഴിയാതെ രാമനാമത്തെ അല്ലെങ്കിൽ ഈശ്വരനെ ജപിക്കുന്നതിനെ ഇല്ലാതാക്കുന്നതിന് പകരം കുറച്ച് വെള്ളം കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് രാമനാമം അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കഴിയാതെ രാമനാമം ജപിക്കാൻ കഴിയാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് പറയാനുള്ളത്. ഒരാൾക്ക് ശരിയായി ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അവരവരുടെ ശാരീരിക ശേഷിക്കനുസരിച്ച് ഭക്തി നിർമ്മാണം പ്രക്രിയ ചെയ്യണം എന്നാണ് പറയുന്നത്. ഉപവാസം എടുത്തിട്ട് യാതൊരു തര പ്രശ്നങ്ങളും ഇല്ലാത്തവരാണെങ്കിൽ അതിശ്രേഷ്ഠമാണ്, ഉപവാസം തന്നെയാണ് അത്യുത്തമം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ ഉറക്കം ഉപേക്ഷിക്കുക, പകലുറക്കം തീർത്തും നിഷിദ്ധമാണ്. ഒരു ഭക്തന് അവൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈശ്വര ഭജനം തന്നെയാണ്. അപ്പോൾ ഈശ്വര ഭജനം നേരെ നടക്കാൻ കഴിയാത്ത വിധം ഉപവസിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈശ്വരനാമം ജപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ എപ്പോഴും ഉപവാസത്തിനേക്കാളും മുൻഗണന ഈശ്വരനാമത്തിനാണ് കൊടുക്കേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു വ്രതം നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏകാദശി വ്രതമായിക്കോട്ടെ, 8 ദിവസങ്ങളിൽ എടുക്കുന്ന വ്രതമായിക്കോട്ടെ, ഏതോ ഒരു വ്രതമായിക്കോട്ടെ, ആ വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്ന് പറയുന്നത്, അത് ആചരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ആ ദിവസമെങ്കിലും നമ്മൾ ഈശ്വര ഭജനം ചെയ്യും, ഈശ്വരനിലേക്ക് മാത്രം കൂടുതലായി സ്മരിച്ച് അലിഞ്ഞിരിക്കാനുള്ള ഒരു ദിവസം എന്നാണ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വര ഭജനത്തിന് പകരം ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഭക്ഷണം അത്യാവശ്യം എടുത്ത് ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായ പരിഗണന നൽകുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മനസ്സ് വ്യതിചലിക്കാൻ പാടില്ല, മനസ്സ് ഈശ്വരനിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അപ്പോൾ ലളിതമായി ഒരു വ്രതം നമുക്ക് എടുക്കാം. കഴിയാത്തവർക്ക് ഉപവസിക്കാൻ ആരോഗ്യപരമായി കഴിയാത്തവർക്ക് ലളിതമായ ഒരു വ്രതമെടുത്ത് സമ്പൂർണ്ണമായി മനസ്സിനെ ഈശ്വരനിലേക്ക് അർപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഉപവസിക്കും, നാളെ ഞാൻ നന്നായിട്ട് കഴിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വ്രതത്തിന് ഉദ്ദേശ്യം കിട്ടില്ല തന്നെയാണ് പറയാനുള്ളത്. വ്രതമനുഷ്ഠിക്കുന്ന ഭക്തന് ഒരു ബലഹീനതയും ഉണ്ടാവരുത്. അതായത് വ്രതമനുഷ്ഠിക്കുന്ന ഭക്തൻ ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഉപവസിക്കും, നാളെ ഞാൻ നന്നായി കഴിക്കും എന്ന ചിന്തയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഇന്ന് കുറച്ച് കഴിച്ചിട്ട് ഇന്ന് പൂർണ്ണമായും ഭഗവാന് കൊടുക്കുന്നത് തന്നെയാണ്, മനസ്സിനെ ഭഗവാന് കൊടുക്കുന്നത് തന്നെയാണ്. അതേപോലെ രാവിലെ എഴുന്നേൽക്കാതിരിക്കുന്നത്, കൂടുതൽ ഉറങ്ങുന്നത് ഒക്കെ നിഷിദ്ധം തന്നെയാണ് വ്രതകാലത്ത്. ഇന്ന് വ്രതമെടുത്തു, നാളെ അത് വിപുലീകരമായ രീതിയിൽ കൊണ്ടാടാൻ സാധനങ്ങളെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക, അല്ലേ? നോമ്പ് തുറക്കുന്നത് ആസ്വദിക്കാൻ വേണ്ടി വിപുലമായ ക്രമീകരണങ്ങൾ ചെയ്തു വയ്ക്കുക എന്നൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. തെറ്റ് എന്ന് വെച്ചാൽ വ്രതമെടുത്തതിൻ്റെ പൂർണ്ണമായ ഒരു
പൂർണ്ണമായ ആ മഹിമ നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ ഒരു പകുതി. എന്തായാലും വ്രതം എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടും. അതുകൊണ്ട് പൂർണ്ണമായി അത് അനുഭവിക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർ എപ്പോഴും മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കാൻ ഉപവാസം ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്ത് സ്വയം ശ്രേഷ്ഠനാണ് എന്ന് കാണിക്കുന്നതിനേക്കാൾ എപ്പോഴും മറ്റുള്ളവരെ സമ്മർദ്ദത്തിലാക്കാതെ, അതേപോലെ അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപവാസം എടുക്കണു അതുകൊണ്ട് നീയും എടുക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ നമ്മൾ സമ്മർദ്ദത്തിലാക്കാൻ പാടില്ല. മറ്റുള്ളവരെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റുള്ളവരെ അംഗീകരിക്കണില്ലല്ലോ, ചെയ്യണില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇത്തിരി മനസ്സൊരു നെഗറ്റീവിലേക്കാണ് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഈശ്വരൻ ഇല്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രേഷ്ഠരാണ്, ഞാൻ കഷ്ടപ്പെട്ട് ഉപവാസം എടുക്കേണ്ട, ഞാൻ ശ്രേഷ്ഠനാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോയിട്ട് സമ്മർദ്ദത്തിലാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പൂർണ്ണമായ ഉപവാസമാണോ? എങ്ങനെയായാലും വ്രതം എടുക്കുക എന്നുള്ളത് അതൊരു ഐച്ഛികമായ കാര്യമാണ്. ഐച്ഛികമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവനവന് തോന്നിയിട്ട് അവനവന് നല്ലതിന് വേണ്ടിയിട്ട് അവനവന് ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ് വ്രതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരാൾ നിർബന്ധിച്ചിട്ടാവരുത്, ഒരാളെ നിർബന്ധിക്കാൻ പോവരുത്, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്കാണ് അത്രയും സമയം മനസ്സിന് ഈശ്വരൻ അകന്നിരിക്കുന്നത്. ഇനി ഏകാദശി വ്രതം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലൂൺ എടുത്തിട്ടാണ് വ്രതം തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞു. എന്നാണ് ഒരിക്കലൂൺ എടുക്കുന്നത്? ദശമി ദിവസത്തിൽ. ദശമിയിൽ നമ്മൾ ഒരിക്കലൂണ് കഴിക്കുക എന്നാണ് പറയുക. ഏകാദശിയും ഒരിക്കലൂൺ എടുക്കുന്നവരുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, ആരോഗ്യ പ്രശ്നത്തിനനുസരിച്ചിട്ടാണ്. ഒരിക്കലൂണ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ നമ്മുടെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ധനുമാസത്തിലെ ഏകാദശി വരുന്നത് ധനുമാസം 25, അതായത് നാളെ ജനുവരി 9 ഉച്ചയ്ക്ക് 12:22 PM മുതലാണ് തുടങ്ങുന്നത്. അത് ജനുവരി 10 രാവിലെ 10:19 AM വരെ നീണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. 10:19 AM കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദ്വാദശി തുടങ്ങുകയായി. അപ്പോൾ ജനുവരി 9 ഉച്ചയ്ക്ക് 12:22 PM ഏകാദശി തിഥി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദശമി സമയത്തുള്ള ഒരിക്കലൂണ് എന്ന് പറയുന്നത് ഈ 12:22 PM മുമ്പായിട്ട് കഴിച്ചിരിക്കണം. 12:22 മുതൽ തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് ഏകാദശി വ്രതത്തിലേക്ക് കയറാം. അപ്പോൾ ഏകാദശി വ്രതത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ തുളസി തീർത്ഥം ചന്ദനവും കൂട്ടി തീർത്ഥം കുടിക്കുക. എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ഉപവാസത്തിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ കംപ്ലീറ്റ് ഉപവാസം എടുക്കുക. അത് കഴിയുന്നതും 10-ാം തീയതി മുഴുവനായിട്ടും എടുക്കുക. ഇല്ലെങ്കിൽ ഉപവാസം എന്നുള്ള രീതിയിലുള്ളത് 10-ാം തീയതി രാവിലെ 10-19 വരെയെങ്കിലും കംപ്ലീറ്റ് ഉപവാസം, സമ്പൂർണ്ണ ഉപവാസം എടുത്തിട്ട് പിന്നെ പഴങ്ങളും പുഴുക്കും ഒക്കെ കഴിച്ചിട്ട് എടുക്കുന്ന രീതിയിൽ എടുക്കാം. പിന്നെ കഴിക്കുന്നത് ഒരിക്കലും ധാന്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അടുത്ത ദിവസം 11-ാം തീയതി രാവിലെ മാത്രമാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. ജനുവരി 11 രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. 11-ാം തീയതി തുളസി തീർത്ഥത്തിൻ്റെ കൂടെ അരി അല്ലെങ്കിൽ മലർ ചേർത്തിട്ട് കുടിക്കുകയാണ് ചെയ്യുക. അതാണ് വ്രതാവസാനം എന്ന് പറയുക. ആ സമയത്ത് നമുക്കൊരു മന്ത്രം ചൊല്ലാനുണ്ട്. ആ മന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: തവ പ്രസാദ് സ്വീകാരാത് യത് പാരണം മയാ വ്രതാനാനേത് സന്തുഷ്ടഃ സ്വസ്തിം ഭക്തിം പ്രയച്ഛമേ എന്നാണ് ചൊല്ലേണ്ടത്. അത് ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ തീർത്ഥജലത്തിൽ നെല്ലുത്തരി ഇടാം. അതില്ലാത്തവർക്ക് സാധാരണ അരി ഇട്ടിട്ട് തുളസി ഇട്ട് വെച്ച വെള്ളം ചേർത്തിട്ട് കുടിക്കുക, സേവിക്കുക. അതാണ്
പാരണ വീടുന്നത്, അതായത് വ്രതം അവസാനിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. മന്ത്രം ഒന്നുകൂടി പറയാം. മന്ത്രം എന്ന് പറയുന്നത് തവ പ്രസാദ് സ്വീകാരാത് യത് പാരണം മയാ വ്രതാനാനേത് സന്തുഷ്ടഃ സ്വസ്തിം ഭക്തിം പ്രയച്ഛമേ. അങ്ങയുടെ പ്രസാദം സ്വീകരിച്ച് ഞാൻ എൻ്റെ വ്രതം അവസാനിപ്പിക്കുകയാണ്. ഈ എൻ്റെ വ്രതത്തിൽ അങ്ങ് സന്തുഷ്ടനാവണേ, സ്വസ്തിയും ഭക്തിയും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ശ്ലോകം നമുക്ക് പറയാം. അത് അജ്ഞാന തിമിരാന്തസ്യ വ്രതനാനേന കേശവ പ്രസീദ സുമുഖോ നാഥ ജ്ഞാനദൃഷ്ടിർ വ്രതോഭവ. അങ്ങനെയായാലും മതി. അതാണ് രണ്ടാമത് വേറൊരു ശ്ലോകം പറയുന്നത്. അജ്ഞാന തിമിരാന്ധസ്യ വ്രതേനാനേന കേശവ പ്രസീദ സുമുഖോ നാഥ ജ്ഞാനദൃഷ്ടിർ വ്രതോഭവ. അല്ലെങ്കിൽ ഈസി ആയിട്ട് പാരണ ചെയ്യാൻ നേരത്ത് ഫലസിദ്ധി ലഭിക്കുന്നതിന് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് പോക്ഷ്യേഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന് പറയാം. ഭക്ഷ്യോഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന് പറയാം. ഈ 3 മന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് തുളസി തീർത്ഥത്തിൽ അരി സേവിക്കുന്നതാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കാനുള്ള ചടങ്ങ്. ഈ വ്രതം അവസാനിപ്പിക്കാനുള്ള ചടങ്ങ് എപ്പോഴും ചെയ്യുന്നത് രാവിലത്തെ കൃഷ്ണപൂജയ്ക്ക് ശേഷമാണ്. രാവിലത്തെ കൃഷ്ണപൂജ ചെയ്യേണ്ടത് എപ്പോഴും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. സൂര്യോദയത്തിന് മുമ്പ് കൃഷ്ണപൂജ തീർക്കുക എന്നുള്ളതാണ് പറയുന്നത്. 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ചെയ്യുന്നതാണ് ഉത്തമം. അപ്പോൾ കൃഷ്ണപൂജ ചെയ്തതിന് ശേഷം ഒരു 7:15 രാവിലെ 7:15 8:15 ഇടയ്ക്കായിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത്. ജനുവരി 11 7:15 8:15 ഇടയ്ക്കായിട്ട് തുളസി തീർത്ഥത്തിൽ അരിയിട്ട് സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഏകാദശി സമയത്ത് വിളക്ക് കൊളുത്തുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ദിവസേന 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തുന്നവരുണ്ട്. അവരതുപോലെ തന്നെ തുടരുക. അതായത് ഏകാദശി തുടങ്ങുന്ന ദിവസം നാളെ അല്ലേ, ജനുവരി 9 ഏകാദശി തുടങ്ങുമ്പോൾ വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത്, ഭദ്രദീപം കൊളുത്തുക. അതേപോലെ തന്നെ രാവിലത്തെ ജനുവരി 10 രാവിലത്തെ വിളക്ക് കൊളുത്തുന്നതും എന്ത് ചെയ്യുക, ഭദ്രദീപം കൊളുത്തുക. ഭദ്രദീപം എന്ന് പറയുമ്പോൾ 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നതാണ് നല്ലത് ഏകാദശി ദിവസങ്ങളിൽ, വൈകുന്നേരത്തും രാവിലെയും. പിന്നെ പറയാനുള്ളത്, വിളക്ക് കൊളുത്തുന്ന സമയത്ത് പുഷ്പങ്ങൾ അർപ്പിക്കുക. പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ എപ്പോഴും ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ മഞ്ഞയും ചുവപ്പും ഉള്ള പൂക്കളുകൾ, അതായത് റോസ് പൂവ്, ചെമ്പരത്തി മുതലായ പൂക്കൾ, അല്ലെങ്കിൽ അരളിപ്പൂവ്, അങ്ങനെയുള്ള പൂക്കൾ അർപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂവും പ്രിയങ്കരമാണ്. നേദ്യം വയ്ക്കുകയാണെങ്കിൽ നേദ്യം വയ്ക്കുന്നതിന് ഏറ്റവും നല്ലത് പഴമാണ്. അല്ലെങ്കിൽ ത്രിമധുരം ഉണ്ടാക്കിയിട്ട് നിവേദ്യമാക്കിയിട്ട് വയ്ക്കാം, അതും നല്ലതാണ്. പിന്നെ നെയ്യ്, ഇതൊന്നുമില്ലെങ്കിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് നിവേദ്യമാക്കിയിട്ട് വയ്ക്കുക. ഈശ്വരനാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. ഈശ്വരനാമം കഴിയുന്നതും ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നാരായണായ നമ, ഓം സംഘർഷണായ നമ, ഓം പ്രദ്യുപ്നായ നമ, ഓം അനിരുദ്ധായ നമ എന്ന് തുടങ്ങി ഈശ്വരനാമങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. സന്ധ്യയ്ക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും നല്ലതാണ്. പിന്നെ പറയാനുള്ളത്, തുളസിമാല ജപം ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് നാരായണായ നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടിക്കാലം മുതൽ പറയുന്ന നാമങ്ങളുണ്ടല്ലോ, നാരായണായ നമ, അച്യുതായ നമ, അനന്തായ നമ, അമൃതായ നമ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ നാമങ്ങൾ നമുക്ക് ചൊല്ലാം. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമുക്ക് ഈശ്വരനെ വിളിക്കാം.
ഇനി പീരിയഡ്സിൻ്റെ ഒക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എടുക്കുന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ വ്രതം എടുക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആദ്യത്തെ സമയങ്ങളിലൊന്നും നമുക്ക് വ്രതം എടുക്കാൻ, ഒന്നാമത് വ്രതം എടുക്കുമ്പോൾ പീരിയഡ്സും കൂടി ആകുമ്പോൾ വയറ് നല്ല അപ്സെറ്റാവും. അപ്പോൾ അത് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പറയാനുള്ളത്. പീരിയഡ്സിൻ്റെ ആദ്യ സമയങ്ങളിൽ വ്രതം എടുക്കണ്ട എന്ന് തന്നെയാണ് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിലും പറയാനുള്ളത്. പിന്നെ അവരവർക്കാണ് അതറിയുക അല്ലേ. ആരോഗ്യപരമായി വ്രതത്തിന് ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വ്രതം എടുക്കാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അത് വീട്ടിൽ ചെയ്യുന്നതാണ് ഉത്തമം. നമ്മളെക്കൊണ്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വ്രതം എടുക്കുമ്പോൾ ഈശ്വരനെ നമ്മൾ പൂജിക്കുമ്പോൾ ഒക്കെ അത് വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ജനുവരി 10 രാവിലത്തെ കുറച്ച് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏകാദശിയുടെ ലാസ്റ്റ് ഭാഗം, ദ്വാദശിയുടെ തുടക്കം, അത് രണ്ടും കൂടി വരുന്ന ആ സമയങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഹരിവരാസര കാലം എന്നാണ് പറയുക. അത് അത്രയും മഹത്വമുള്ള ഒരു സമയമാണ്. ഇത്രയാണ് വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ഈശ്വരനിൽ സ്വയം അർപ്പിച്ച് മനസ്സർപ്പിച്ച് ഏകാദശി നോൽക്കൂ. ഈ വരുന്ന തിരുവാതിരയ്ക്ക് മുമ്പ് ഈ വ്രതം എടുക്കണം എന്നാണ് പറയുക. തിരുവാതിര നോൽമ്പ് നോൽക്കണമെങ്കിൽ നമ്മുടെ സ്വർഗവാതിര ഏകാദശി എടുക്കണം എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നിടത്തോളം എടുക്കുക. അമ്പലത്തിൽ പോവുക. വീട്ടിൽ പൂജയൊന്നും ഇല്ലാത്തവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ ആരുടെ ആയാലും മതി. കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ നല്ലത്. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി ആശംസകൾ.